ഹലോ ബച്ചോ, ഹായ് നമസ്തേ. സോ നാളെ ക്രിസ്മസ് എക്സാം ആവാറായിട്ടുണ്ട്, +2 ക്രിസ്മസ് എക്സാം. സോ നല്ല രീതിയിൽ എങ്ങനെ എക്സാം സ്കോർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ നാളത്തെ ചോദ്യപേപ്പറിൽ ആകെ കാണാൻ പോകുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് പാസ്സാവുക എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. റെഡി? എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? സോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എന്തായാലും ഓരോ മാർക്കിനായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. 5-6 നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. സോ അത് നിങ്ങൾക്ക് എന്താണ് ഒരു ഐഡിയ വെച്ചിട്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട്സ് കാ മദത് ബി ലേ സക്തേ ഹൈ. റെഡി? സോ അടുത്ത എന്താണ്? അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ പോയിട്രി അപ്രിസിയേഷൻ എന്തായാലും നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. ഒരു പോയിട്രി അപ്രിസിയേഷൻ 2 പോയമാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് പറയും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ലൈവിൽ അത് ഡിസ്കസ് ചെയ്യാം. റെഡി? അടുത്തത് എന്താണ്? ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവും. ഒരു ക്യാരക്ടർ സ്കെച്ച് എന്തായാലും നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ എന്തായാലും 4 മുതൽ 6 മാർക്ക് ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവും. അതുപോലെ ഡയറി എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ഒരു ലെറ്റർ റൈറ്റിംഗ് ഉണ്ടാവും. ഇത് 3 എന്തായാലും നിങ്ങൾ ചോദ്യപേപ്പറിൽ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അതിൻ്റെ ഒരു ഫോർമാറ്റ് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു പോസ്റ്ററും നിങ്ങളുടെ എന്താണ് ചോദ്യപേപ്പറിൽ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പോസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളത്. സോ പോസ്റ്റർ റൈറ്റിംഗ് എന്ന് പറഞ്ഞതും നിങ്ങൾ ചോദ്യപേപ്പറിൽ എന്തായാലും ഉണ്ടാകുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്? ആൻസറിൽ നല്ല രീതിയിൽ +2 എക്സാം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 8 മാർക്കിന് ഉറപ്പിച്ചോ ഈ ഒരു ടെക്നിക്കൽ വൊക്കാബുലറി എന്ന് പറയുന്ന സാധനമില്ലേ, പാരിഭാഷിക് ശബ്ദാവലി എന്ന് പറയുന്നതിനെ. ഓക്കെ, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ്. ഓക്കെ, യെസ് അതുപോലെ തന്നെയാണ് ടെക്നിക്കൽ ടെർമോൺസ്. ഇതുപോലത്തെ ഒരുപാട് ടെക്നിക്കൽ വൊക്കാബുലറീസ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ എന്തായാലും ഉണ്ടാകുന്ന തന്നെയാണ്. സോ ഈ ഒരെണ്ണം നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും പറഞ്ഞുതരാം. ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ആ ഒരെണ്ണം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അധികമൊന്നും പഠിപ്പിക്കത്തില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ആ ഒരെണ്ണം എന്തായാലും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നതിനായിരിക്കും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ +2 എക്സാമിന് നല്ല രീതിയിൽ ഹിന്ദിയിൽ സ്കോർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് തന്നെയാണ്. സോ പാസ്സാവാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഒന്ന് ഫോർമാറ്റ് പഠിച്ചു വെച്ചോളൂ. അതുപോലെ തന്നെ കൃത്യം ഇന്ന് 7 മണിക്ക് നടക്കുന്ന +2 ലൈവിൽ എല്ലാവരും പങ്കെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ് പാസ്സാവാൻ വേണ്ടി ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു 70 മാർക്ക് അല്ലെങ്കിൽ 65 മുതൽ 70 മാർക്കിന് മുകളിലോട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് കൃത്യം 7 മണിക്ക് നടക്കുന്ന ആ ഒരു ലൈവിൽ പങ്കെടുക്കൂ. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതുപോലെ തന്നെ എന്തൊക്കെ പഠിച്ച എക്സാം നല്ല സ്കോർ ചെയ്യാം, അതുപോലെ തന്നെ ഒരുപാട് ടെക്നിക്സ് ഞാനൊക്കെ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കുന്നതായിരിക്കും. സോ കൃത്യം 7 മണിക്ക് നടക്കുന്ന ലൈവിൽ എല്ലാവരും പങ്കെടുക്കും. നമുക്ക് സൂപ്പറായിട്ട് നാളത്തെ ക്രിസ്മസ് എക്സാമിൽ ഹിന്ദി എന്ത് ചെയ്യാം, സൂപ്പറായിട്ട് മാർക്ക് വാങ്ങാം. സോ കഴിഞ്ഞ ഓണം എക്സാമിന് നമ്മൾ ചെയ്ത പോലെ തന്നെ, കഴിഞ്ഞ ഓണം എക്സാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, ഹിന്ദി സൂപ്പറായിട്ട് മാർക്ക് വാങ്ങാം. സോ കൃത്യം 7 മണിക്ക് നടക്കുന്ന ലൈവിൽ എല്ലാവരും പങ്കെടുക്കുക. ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നല്ലൊരു രീതിയിൽ നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ തോപ്പച്ചോ. കൃത്യം 7 മണിക്ക് ഇന്ന് കാണാം. റെഡി?